Hi friends, welcome to Pratap Jit. In the Klef earbuds ഒരു ജോഡി earbuds ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഒരു നല്ല ക്വാളിറ്റി ഉള്ള earbuds തന്നെയാണ്. എങ്ങനെയുണ്ട് ഇതിന്റെ പ്രൈസ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് സൗണ്ട് ക്വാളിറ്റിയും കോൾ ക്വാളിറ്റിയും ബാറ്ററി ലൈഫ് ഒക്കെ ഉണ്ടോ, നല്ല ബ്ലൂടൂത്ത് റേഞ്ച് ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുകയാണ്. ഒരു ഫുൾ റിവ്യൂ ആണ്. കുറച്ച് ദിവസമായി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നേരെ വീഡിയോയിലേക്ക്. ഹായ്, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. യൂഷ്വൽ ആയിട്ടുള്ള ഒരു ബോക്സ് തന്നെയാണ്. ക്ലെഫിൻ്റെ പ്രൊഡക്റ്റുകൾക്ക് ഈ ഒരു രീതിയിലുള്ള ബോക്സിൽ തന്നെയാണ് വരുന്നത്. നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു സ്പോഞ്ച് സെറ്റപ്പിനകത്ത് ഈ ചാർജിങ് കേസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അതിനകത്താണ് ഇയർബഡ്സ് ഉള്ളത്. റൈറ്റ് സൈഡിൽ ഒരു ചെറിയ ബോക്സ്, ആ ബോക്സിനകത്ത് നമുക്ക് ചാർജിങ് കേബിൾ കിട്ടും, കുറച്ച് ഇയർ ടിപ്സ്, കുറച്ച് ഡോക്യുമെൻറ്റേഷൻ. ഇത്രയും കാര്യങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇയർഫോൺ ആണെങ്കിൽ ആ ഒരു കേസ് എടുക്കാം. കേസ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ക്ലെഫ് എന്ന ബ്രാൻഡിങ് ഫ്രണ്ടിൽ തന്നെ കാണാം. റിയർ സൈഡിൽ ചാർജിങ് പോർട്ട്, മൈക്രോ USB പോർട്ട് കാണാം. LED നോട്ടിഫിക്കേഷനുകളും കാണാം. അത് ചാർജിങ്ങിനെയും ബാറ്ററി ലെവലിനെയും ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല ഒരു ഡിസൈൻ, ബിൽറ്റ് ക്വാളിറ്റിയൊക്കെ ഉള്ള ഒരു ചാർജിങ് കേസ്. അതിൻ്റെ ഒപ്പം തന്നെ ഇയർബഡ്സും നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നല്ല ബിൽറ്റ് ക്വാളിറ്റി ഉണ്ട്, നല്ല സ്ട്രോങ് ആണ്. അങ്ങനെ പെട്ടെന്നൊന്നും നാശാവുന്ന ഒരു ക്വാളിറ്റി ആണെന്ന് തോന്നുന്നില്ല. അപ്പോൾ നല്ലൊരു ബിൽറ്റ് ക്വാളിറ്റി എന്തായാലും നമുക്ക് ഈ ഒരു ബോക്സിലും ഇയർബഡ്സിലും കാണാൻ സാധിക്കും. IP67 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിലൊക്കെ കുറച്ചൊന്നും വെള്ളമൊക്കെ ആയാലും പെട്ടെന്നൊന്നും വെള്ളം കയറി നശിച്ചു പോകുന്ന ഒരു പ്രശ്നം വരുന്നില്ല. വാട്ടർ റെസിസ്റ്റൻറ്റിനെ കുറിച്ച് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. പല കമ്പനികളും വാട്ടർ റെസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ പല ആൾക്കാരും അതിന് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഐക്കണിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. ആ വാട്ടർ റെസിസ്റ്റൻ്റ് എന്നതുകൊണ്ട് കമ്പനികൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് നല്ല സ്ട്രോങ് ആയ ബിൽറ്റ് ക്വാളിറ്റി ഉള്ള ഒരു ഇയർഫോണാണ്, അല്ലെങ്കിൽ ഇയർബഡാണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ക്ലെഫിൻ്റെ ഇയർബഡ്. ഇനി ഇതിൻ്റെ ബാറ്ററി ലൈഫിൻ്റെ കാര്യം വന്നു കഴിഞ്ഞാൽ ഈ ചാർജിങ് കേസിനകത്ത് 450 mAh ബാറ്ററിയാണ്. ഓരോ ഇയർബഡിലും 50 mAh വീതമുണ്ട്. ഒരു 3-4 മണിക്കൂറൊക്കെ ഒറ്റ തവണ നമ്മൾ ഇയർബഡ് ചാർജ് ചെയ്തെടുത്താൽ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. അതിനിടയ്ക്ക് നമ്മൾ ഈ ബോക്സിലേക്ക് തിരിച്ചു വെക്കുകയാണെങ്കിൽ ബോക്സിൽ നിന്ന് വീണ്ടും ഇയർഫോൺ ചാർജ് ആവും. അങ്ങനെ നമുക്ക് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ബോക്സുമായി കണക്ട് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 10-12 മണിക്കൂറൊക്കെ തുടർച്ചയായിട്ട് യൂസ് ചെയ്യാം. യാതൊരു ഇഷ്യൂസ് നമുക്ക് വരുന്നില്ല. ഒരു 2-3 തവണയൊക്കെ നിങ്ങൾക്കിത് ഈ ബോക്സിൽ നിന്ന് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു തവണ ചാർജിങ് കേസ് ചാർജ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നീടൊക്കെ ഇയർഫോൺ നമ്മൾ ഇതിനകത്ത് നിന്നാണ് ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാറ്ററി ലൈഫിൽ കാര്യമായ ഒരു ഇഷ്യൂസും വരില്ല. 10-12 മണിക്കൂർ ഞാൻ ഏറ്റവും കുറവാണ് പറഞ്ഞത്. അതിൽ കൂടുതൽ ബാറ്ററി ലൈഫാണ് നിങ്ങൾക്ക് ഈ ഒരു ഇയർഫോൺ തീർച്ചയായിട്ടും തരിക. അപ്പം നല്ലൊരു ബാറ്ററി ലൈഫുണ്ട്. അതിൻ്റേതായ ക്വാളിറ്റി നമുക്ക് അതിൻ്റെ യൂസേജിൽ കാണാനും സാധിക്കുന്നുണ്ട്. കണക്ടിവിറ്റി നോക്കിയാൽ ബ്ലൂടൂത്ത് 5 ആണ്. നമുക്ക് നമ്മളൊരു റൂമിനകത്ത് മാത്രമല്ല അടുത്ത റൂമിലും സുഖമായിട്ട് എല്ലായിടത്തും നടന്നാലും നമുക്ക് ഡിസ്കണക്ഷൻ എന്ന് പറയുന്ന ഒരു ഡിസ്ട്രാക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല. യാതൊരു ഇഷ്യൂസും ഇല്ലാതെ നല്ല ക്വാളിറ്റിയിലുള്ള കണക്ഷനും സംവിധാനങ്ങളും നമുക്ക് ഈ ക്ലെഫിൻ്റെ ഈ ഒരു ഇയർഫോണിൽ നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഇയർബഡ്സിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു ഇയർഫോൺ നമുക്ക് ചെവിയിലേക്ക് വെക്കുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. യാതൊരു ഇഷ്യൂസും ഇത് ചെവിയിലേക്ക് വെക്കുമ്പോൾ നമുക്ക് തോന്നില്ല. വളരെ നൈസായിട്ട് നമുക്കിത് ചെവിയിലോട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫിറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. യാതൊരു ഇഷ്യൂസും, താഴേക്കൊന്നും വീണു പോകുന്ന ഒരു പ്രശ്നവുമില്ല. വളരെ ഫിറ്റായിട്ട്, അതിൻ്റെ ഒരു ഡിസൈൻ മൊത്തത്തിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു. വളരെ ഫിറ്റായിട്ട് അവിടെ ചെവിയിലിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ പുറത്തുനിന്നുള്ള യാതൊരുവിധ സൗണ്ടും കാര്യങ്ങളും നമുക്ക് ഇതിനകത്തേക്ക് കേൾക്കില്ല. പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ പാട്ട് ആസ്വദിക്കാൻ സാധിക്കും. പെട്ടെന്ന് പുറത്തുനിന്നുള്ള ഒരു തരത്തിലുള്ള നോയ്സ് നമുക്ക് കയറി വരില്ല. ഒരു നല്ല കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സെറ്റപ്പാണ് ഈ ഒരു ഇയർബഡ്സിനുള്ളത്. ഇനി ഇതിൻ്റെ കോൾ ക്വാളിറ്റി അതുകൂടി നമ്മൾ കണക്കിലെടുക്കണം. പ്രധാനപ്പെട്ട കാര്യമാണ്. പലരും ഇത് കോളിന് വേണ്ടി തന്നെയാണ് പലരും വാങ്ങിക്കുന്നത്. കോൾ ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഞാൻ ഇതുവരെ കണ്ട പല ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ബെറ്ററാണ് ഇതിൻ്റെ കോൾ ക്വാളിറ്റി. പറയത്തക്ക യാതൊരു ഇഷ്യൂസും ഇല്ല. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കളെ തന്നെ ചില ആൾക്കാരെ വിളിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്തു. എസ്പെഷ്യലി നമ്മുടെ മലപ്പുറത്തുള്ള സുമേഷ്, പുള്ളിയെ വിളിച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ഞാൻ പുതിയ ഇയർബഡ്സ് ഒക്കെ വന്നാൽ പുള്ളിയെ വിളിക്കാറുണ്ട്. പുള്ളി കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാറുണ്ട്. ഇതിലേക്ക് വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഇതിനകത്ത് വലിയ പ്രശ്നമില്ല, നല്ല ക്വാളിറ്റിയാണെന്നാണ്. അപ്പോൾ ഒരു നല്ല ക്വാളിറ്റി, ഓവറോൾ കോൾ ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് ബ്ലൂടൂത്ത് 5 ആണ്. അതിൻ്റെ റേഞ്ച് ഞാൻ പറഞ്ഞു, തൊട്ടടുത്ത റൂമിൽ വരെ നമുക്ക് സുഖമായിട്ട് കേൾക്കാം. അപ്പോൾ ഈ ഒരു കോൾ ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് തൊട്ടടുത്ത റൂമിലേക്കൊക്കെ നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. യാതൊരു ഇഷ്യൂ ഇല്ലാതെ നമുക്ക് സംസാരിക്കാനും പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഈ കണക്ടിവിറ്റിയും കൂടി കണക്ട് ചെയ്ത് ചിന്തിക്കുമ്പോൾ നമുക്കിത് കുറച്ച് ബെറ്റർ ആണ് മറ്റ് പല ഇയർഫോണിനെ അപേക്ഷിച്ച് എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നി. കോൾ ക്വാളിറ്റി നന്നായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി, മ്യൂസിക് ലിസണിങ്ങിലുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി നോക്കിയാൽ എബോവ് ആവറേജ് ക്വാളിറ്റി, ഒരു നല്ല ഒരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് ഇതിൽ നിന്ന് ഓവറോൾ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ബേസ് ലെവൽ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ബേസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ക്ലെഫിൻ്റെ എല്ലാ തരത്തിലുള്ള, ഇതിന് മുമ്പ് നമ്മൾ റിവ്യൂ ചെയ്ത എല്ലാ ഇയർഫോണിലായാലും അതേപോലെ തന്നെ സ്പീക്കേഴ്സിലായാലും കുറച്ച് ബേസ് അവർ കൂടുതൽ വെക്കാറുണ്ട്. ബേസ് ലെവേഴ്സ് ആയ ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇത് ഒരു നല്ല ഇയർഫോൺ ആയിരിക്കും. ബാക്കി ട്രിബിളും കാര്യങ്ങളും അത്ര ഒരു ലെവലിലേക്ക് ഉയർത്തുന്നില്ല, കാരണം ബേസ് ഒത്തിരി കൂടുതലാണ്. അതുകൊണ്ട് മറ്റുള്ളത് ഇത്തിരി കുറഞ്ഞു നിൽക്കും. ഇത്തിരി ബേസ് ബൂസ്റ്റഡ് ആണ് ഇയർഫോൺ എന്ന് പറയാം.
പക്ഷേ കോൾ ക്വാളിറ്റി അത് കാര്യമായിട്ടൊന്നും ബാധിക്കുന്നില്ല. നമുക്ക് നല്ല രീതിയിലുള്ളൊരു എബോവ് ആവറേജ് കോൾ ക്വാളിറ്റി കിട്ടുന്നു. നമുക്ക് ഇയർ പീസിൽ കേൾക്കാൻ പറ്റുന്നു. നമ്മുടെ ചെവിയിലേക്ക് വെക്കുമ്പോൾ മറ്റുള്ളവരുടെ സംഭാഷണം നമ്മൾ കേൾക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട്. ബേസ് ലെവൽ കൂടുതലുണ്ടെന്നുള്ളത് പ്രത്യേകം ഓർക്കുക. പാട്ടൊക്കെ കേൾക്കാൻ ബേസിലിട്ട് നന്നായിട്ട് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു അടിപൊളി ഓപ്ഷൻ ആയിരിക്കും. അതേപോലെ നമുക്ക് സിനിമ കാണുമ്പോഴായാലും എന്തിനായാലും നമുക്ക് നല്ലൊരു ക്വാളിറ്റി ലെവൽ എന്തായാലും ഒരു ഇയർഫോൺ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 3999 രൂപയായിരുന്നു. പക്ഷേ ഇപ്പോൾ 1000 രൂപ കുറഞ്ഞ് 2999 രൂപയ്ക്കാണ് ഇപ്പോൾ അതിൻ്റെ സെയിൽ നടക്കുന്നത് ആമസോണിൽ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. 2999 രൂപയ്ക്ക് ഒരു ഗുഡ് പ്രൊഡക്റ്റ് ആണെന്നാണ് നമുക്ക് ഈ ഒരു പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഒപ്പം തന്നെ അതിൻ്റെ പർച്ചേസ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഒപ്പം 1 ഇയർ വാറണ്ടി ഉള്ളതാണ് ഈ ഒരു ഡിവൈസ്. ആ ഒരു വാറണ്ടിക്കും മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാൻ വേണ്ടി കമ്പനിയുടെ സർവീസ് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ ഫൈനലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് ഈ ഒരു ഇയർഫോൺ? എന്നെ സംബന്ധിച്ച് ഇതിനകത്ത് പറയത്തക്ക യാതൊരു ഇഷ്യൂ ഇല്ല. നല്ല ബിൽറ്റ് ക്വാളിറ്റി, നല്ല ഒരു വാട്ടർ റെസിസ്റ്റൻസ് സംവിധാനമൊക്കെ അടക്കം നല്ലൊരു സ്ട്രോങ് ആയ ഡിവൈസ്. അതിൻ്റെ ഒപ്പം തന്നെ ചെറുതുമാണ്. ചെവിയിലേക്ക് വെക്കുമ്പോൾ നല്ല കംഫർട്ടാണ്. ഫോണൊരിടത്ത് വെച്ചുകൊണ്ട് നമുക്ക് നടന്നടുത്ത റൂമിലൊക്കെ പോയാലും നല്ല രീതിയിൽ മ്യൂസിക് ലിസൺ ചെയ്യാം. അതിൻ്റെ ഒപ്പം നല്ല കോൾ ക്വാളിറ്റിയും ഒരു തരത്തിലുള്ള കണക്ടിവിറ്റി ഇഷ്യൂസും നമുക്ക് ഇതിനകത്ത് നേരിടുന്നില്ല. സോ നല്ല ഓവറോൾ നല്ല ക്വാളിറ്റി, നല്ല ബാറ്ററി ലൈഫും. അപ്പോൾ ബ്ലൂടൂത്ത് ഇയർബഡ് എന്ന രീതിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബ്ലൂടൂത്ത് ഇയർബഡ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പലരും ചോദിക്കുന്നൊരു കാര്യമാണ് പബ്ജി കളിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം. പബ്ജി കളിക്കാൻ പറ്റും, പക്ഷേ ഒരു ലേറ്റൻസി ഇഷ്യൂ ഉണ്ട്. സാധാരണ ഈ റേഞ്ചിലെ എല്ലാ ബ്ലൂടൂത്ത് ഇയർബഡ്സിലും നമ്മൾ കാണുന്ന ഒരു സംഗതി തന്നെയാണ് ഈ ലേറ്റൻസി ഇഷ്യൂ. അത് ഇതിനും ബാധകമാണ്. ആ ഒരു ചെറിയ ലേറ്റൻസി ഉണ്ട്. ഒരു ഓവറോൾ ഒരു മിനിമൽ കളിയൊക്കെ കളിക്കാമെന്നല്ലാതെ നല്ല പ്രോ ലെവലൊക്കെ കളിക്കാൻ പോയി കഴിഞ്ഞാൽ രക്ഷയില്ല. ഒരു ചെറിയ ലേറ്റൻസി ഉണ്ട്. അത് മാത്രമാണ് ഒരു ഇഷ്യൂ നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പബ്ജി ഗെയിമിങ്ങിൽ പല ഇയർഫോണും ഈ റേഞ്ചിൽ ഇങ്ങനെ തന്നെയാണെന്നുള്ളത് ഓർക്കുക. ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് കാണേണ്ട ആവശ്യം തൽക്കാലമായിട്ട് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു കാര്യം മാറ്റി വെച്ചാൽ ബാക്കി എല്ലാം കൊണ്ടും ഒരു പെർഫെക്റ്റ് ഒരു ഇയർഫോൺ ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ കേട്ട കാര്യങ്ങളിൽ നിന്നും ഇതിനെക്കുറിച്ചുള്ള നിങ്ങൾക്കൊരു ഒപ്പീനിയൻ എന്താണ്? അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.